ജിബ്രാൾട്ടർ പാറമേൽ തട്ടും തിരാപോലി ചോണീതലത്തിലെ പരീക്ഷകൾ. പകലിലും രാവിലും പരീക്ഷകൾ വരും, ഉറങ്ങിക്കിടന്നാലും പരീക്ഷിക്കും. കർത്താവേ, ശോധന തെരുതരെ വന്നാലും ജിബ്രാൾട്ടർ പോലെന്നെ പാലിക്കണേ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതോർ പരിശുദ്ധ ജീവിതം സാധ്യമല്ല. പരലോകം പോകുന്ന നേരം വരെ എന്നെ പരിപാലിക്കണമേ പവിത്രാത്മനേ. പാപം പരീക്ഷിക്കും, ലോകം പരീക്ഷിക്കും, സാത്താൻ ബന്ധുക്കൾ താൻ മർത്യജഡം. ദൈവാത്മശക്തിയാലെല്ലാം തകർക്കുവാൻ നസ്രായ വീരൻ തൻ സഹായിക്കും. ആപത്തു കാലത്തും ആശ്വാസ നേരത്തും അടിയാർക്കു സങ്കേതം ദൈവം തന്നെ. ഭൂലോകമാകവെ മാറി മറഞ്ഞാലും എല്ലാം വെടിഞ്ഞവർ കുല്ലാസമേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണാസമ്പന്നനും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും, വാക്ക് പറഞ്ഞാൽ മാറാത്തനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു ദിനം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി പിതാവേ, നന്ദി നന്ദി കർത്താവേ. ഈ നല്ല പ്രഭാതത്തിൽ അപ്പാ പിതാവേ എന്ന് നോക്കി വിളിപ്പാൻ തക്കവണ്ണം സുബോധത്തോടും ആരോഗ്യത്തോടും ദൈവകൃപയോടും നിർത്തിയ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വം തരംഗമേ അവരുടെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവരുടെ ഉപകാരങ്ങളൊന്നും മറക്കരുന്നോർത്ത് വചനമാ. ഇന്നുവരെയും അത്ഭുതവും അതിശയമായി കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഈ 9-ാമത്തെ മാസത്തിൻ്റെ 2-ാമത്തെ ദിവസത്തിനായിട്ട് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ. ഇന്നുവരെയും ഞങ്ങളെ അത്ഭുതവും അതിശയമായി കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ച് കരുതി നടത്തി എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയ്ക്ക് വേണ്ടി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പോക്കിലെ വരവിലെ വാഹനത്തിൽ വഴിയിലൊക്കെ കൂടിയിരിക്കണം, ജോലി കാര്യങ്ങളിൽ കൂടിയിരിക്കണം. സ്വർഗീയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമാറാകണം. വരാമായിരിക്കുന്ന എല്ലാ ആപത്തപകടം ഞങ്ങളെ വിടുവിക്കുമാറാകണം. രോഗദുഃഖാദി പകർച്ചവ്യാധി മരണത്തിന് ഏൽപ്പിക്കാതെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സൂക്ഷിക്കണം. ഞങ്ങളുടെ ദേശത്തിനായി, ചുറ്റുപാടുകൾക്കായി, അയൽ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ തിരക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളായിരിക്കുന്ന ദേശത്തിനായി സ്തോത്രം ചെയ്യട്ടെ. ഞങ്ങൾ പാർക്കുന്ന ഭവനത്തിനായി നന്ദി പറയുക കർത്താവേ. അപ്പം ഇന്നുവരെയും അത്ഭുതവും ജയമായി ഞങ്ങളെ നടത്തി കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചു. നന്ദി അപ്പ, നന്ദി. എല്ലാറ്റിനും ഞങ്ങൾ സ്തോത്രം ചെയ്യുക കർത്താവേ. വീണ്ടും അവിടുത്തെ കൃപയും കൂട്ടും സ്നേഹവും സാന്നിധ്യവും ഞങ്ങൾക്ക് വേണമപ്പ. ഞങ്ങളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരിക. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരകളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിദാനമായി തന്നെ കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി, അവരുടെ പഠനം, ജോലി ചെയ്യുന്ന മക്കളെ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ, ഞങ്ങളുടെ കൊച്ചു തലമുറകളെല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ സമർപ്പിക്കട്ടെ കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ, ആയുസ്സാരോഗ്യം കൊടുക്കണേ, സൗഖ്യത്തിൽ സൂക്ഷിക്കണമേ, ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇത് പരീക്ഷാ കാലഘട്ടമാപ്പ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് 10ലും 11ലും 12ലും പഠിക്കുന്ന മക്കൾ, BSc നഴ്സിങ്ങിനും എൻജിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവേ, OITയും IELTSഉം ജന്മൻ പഠിക്കുന്ന മക്കൾ, പ്രൊമറ്റ് പരീക്ഷ, നീറ്റിൻ്റെ പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്ന മക്കൾ, എൻ്റെ കർത്താവെ വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടിരിക്കുന്ന മക്കൾ, അങ്ങനെ കർത്താവെ ഓരോ മക്കളെയും തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് ഈ സമയം അടിയൻ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ആവശ്യവും ആഗ്രഹം അറിഞ്ഞ് സ്വർഗം മാനിക്കണമേ. അവിടുത്തെ ജ്ഞാനത്താൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ. ജയത്തോടെ അവരെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അവരുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ അറിഞ്ഞ് സ്വർഗം കരുതിക്കൊള്ളുമാറാകണം. കഴിഞ്ഞ നാളുകളിൽ അത്ഭുതവും ജയമായി നടത്തിയ എൻ്റെ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. പിന്നെയും നടത്തുവാൻ സർവശക്തന ബലമുള്ള കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. സ്തോത്രത്തോടെ ഞങ്ങളുടെ ആവശ്യം അറിയിക്കുകയാണ്. സ്വർഗം ഓരോ മക്കളുടെയും ഹൃദയത്തിൻ്റെ നിലവാരം അറിഞ്ഞ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവിൻ്റെ പാദപിടിയിൽ ഇരുന്നവരാരും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ. ആ മുഖത്തേക്ക് നോക്കിയവരാരും ഒരു നാളിൽ ലജ്ജിച്ചു പോകാൻ സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയത്തെ സമർപ്പിക്കുക. അപ്പാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അത്ഭുത ജയമായി നടത്തുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്ന നാഥാ സ്തോത്രം. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തോണേ, സമാധാനത്തിലവരെ സൂക്ഷിക്കുമാറാകണമേ. സമാധാനമില്ലാത്ത കുടുംബജീവിതം സന്തോഷത്തോടെ ജീവിപ്പാൻ തക്കണം ഇടയാക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. വിവാഹപ്രായമായ ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കട്ടെ. ആണും പെണ്ണുമായ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണി ഒരുക്കണം. അവരുടെ വിവാഹം നടക്കണം. അപ്പാ സ്തോത്രം. സ്വർഗം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നു. തലമുറകളെ നൽകി അനുഗ്രഹിച്ചാട്ട് കർത്താവേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന മാസന്തികളും കൂടെ ഇരുന്ന് സുഖപ്രസവം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ക്ഷീണം ഭാരമുള്ള കുഞ്ഞുങ്ങളുണ്ടവരെ സഹായിച്ച് ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തണമെന്നും പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്ന മക്കളെ ശക്തീകരിച്ച് കരുതിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏറിയ പ്രതിഫലം കൊടുത്ത് മാനിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ഓരോ ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്ന നീറിപ്പകയുന്ന വേദനകളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുകയപ്പാ. എല്ലാ സങ്കടങ്ങളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും ഓരോ മക്കളെ വിടുവിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, പുതുവയസ്സിലേക്ക് പ്രവേശിച്ച മക്കളെ സമർപ്പിക്കുന്നു. പുതുവർഷക്കാലം കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മക്കളെയും സ്വർഗം അനുഗ്രഹിച്ച് കാത്തുകൊണ്ട എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കുമാറാകണം. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്ന എൻ്റെ അപ്പച്ചൻ സംരക്ഷിക്കണമേ അപ്പാ. വേർപാട് ദുഃഖം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്ന എൻ്റെ കർത്താവ് ആശ്വസിപ്പിച്ച് വഴി നടത്തണമേ. പ്രത്യാശയോടെ ജീവിപ്പാൻ സഹായിക്കണമേ. വേണ്ടുന്നെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണമെന്നും പ്രാർത്ഥിക്കുന്ന പിതാവേ. അപ്പോൾ വാടക ഭവനങ്ങളിൽ കഴിയുന്നവരുണ്ടപ്പാ, സ്വന്തം ഭവനത്തിലും തലയായിപ്പാൻ അവസരം നൽകണമേ അപ്പാ. താമസിപ്പിക്കരുതേ. ഭവനം പണിയുന്ന പ്രിയപ്പെട്ടവരുണ്ടപ്പാ, നീ അതിനെ പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഹാലലി പണികളെ പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ. തടസ്സങ്ങൾ മുടക്കങ്ങളൊക്കെ മാറ്റി ജയോത്സവമായി നടത്തണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ ഏൽപ്പിക്കുന്നു. പിതാക്കളില്ലാത്ത മക്കളുണ്ടപ്പാ, അവർ വിദേശ രാജ്യങ്ങളിലൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്. സമാധാനത്തോടും ദൈവകൃപയോടും സൂക്ഷിക്കണമേ. ജോലി കാര്യങ്ങളിലൊക്കെ കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി സ്ഥാനങ്ങളിൽ ചില പ്രയാസ പ്രതികൂലങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. എൻ്റെ അപ്പൻ അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത് ജയകരമായി ജീവിപ്പാൻ, സന്തോഷത്തോടെ ജോലി ചെയ്യുവാൻ, ഏറിയ പ്രതിഫലം വാങ്ങിപ്പാനൊക്കെ എൻ്റെ മക്കളെ സഹായിക്കണമേ അപ്പാ. എല്ലാ പ്രതികൂലത്തിൽ നിന്നും എല്ലാ മക്കളെയും വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സമാധാനം നൽകണമേ കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രതിയോഗികളെയൊക്കെയും സ്വർഗം അറിയുന്നല്ലോ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊന്നിനും കഴിവും സാമർഥ്യമില്ലപ്പാ. നിൻ്റെ കൃപ അവിടെ ഇറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ചുറ്റുപാടുകളെ, അയൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ. സഹോദരവർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. സ്തോത്രപ്പ. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്ന എൻ്റെ സ്വർഗത്തിലെ ദൈവ മാനസാന്തരം നൽകുമാറാകണം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം കർത്താവേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. സുവിശേഷ വേല നിമിത്തം കഷ്ടം അനുഭവിക്കുന്നവർ, പീഡനം അനുഭവിക്കുന്നവർ, ജയിൽവാസം അനുഭവിക്കുന്നവരുണ്ട് കർത്താവേ. എൻ്റെ സ്വർഗ്ഗം അവരെ വിടുവിക്കണമേ, പൂർണ്ണമായും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ ഓർക്കുന്നു കർത്താവേ. ആമേൻ. സന്തോഷത്തോടെ ദൈവകൃപയോടെ ഓരോ മക്കളെയും ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി ചെയ്യുവാൻ തക്കണം ഓരോരുത്തരെയും കർത്താവ് സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. കടഭാരമുള്ള മക്കളെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണേ അപ്പാ. എൻ്റെ അപ്പനോടൊന്ന് വാക്ക് പറഞ്ഞ് ദൈവമാ ക്രിസ്തുവേശിയിൽ പൂർണ്ണമായും ബുദ്ധിമുട്ട് തീർത്തു തരാമെന്ന് എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനോട് ബുദ്ധിമുട്ട് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു. ഉപജീവനമാർഗത്തിൻ്റെ വകളെ ആഗ്രഹിക്കുന്ന തൻ്റെ മക്കൾക്ക് സ്വർഗം വഴി തുറന്നേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മുടക്കങ്ങളും മാറ്റണം. ഈ സെപ്റ്റംബർ മാസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി മാറണം. തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളും മുടക്കങ്ങളും മാറി സന്തോഷത്തോടെ ജീവിക്കുന്ന അവസരമായി മാറട്ടെ. വഴിവാതിൽ തുറന്നേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം അപ്പാ. സ്തുതിക്കുന്നു കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണേ അപ്പോൾ. ഒരു വലിയ ശേഷി പോരാ മക്കൾക്ക് നൽകണമേ. എല്ലാ പ്രയാസ പ്രതികൂല ഘട്ടങ്ങളിൽ നിന്നും എല്ലാവരെയും വിടുവിക്കുമാറാകണം. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണം. കഷ്ടനഷ്ടം കൂടാതെ എല്ലാം വേണ്ടുന്നത് കൊടുത്ത് പോഷിപ്പിച്ച്
ദിനംതോറും ശ്രേഷ്ഠമഴയുമായി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ സമയം ഞങ്ങളുടെ രോഗികളെയെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യവും സമാധാനവും എൻ്റെ അപ്പൻ്റെ പക്കലാണ്. ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ, ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം. തലയ്ക്കകത്ത് വേദനയാൽ മുഴയാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, വയറ്റിൽ മുഴയാൽ ഭാരപ്പെടുന്നവർ കർത്താവേ, ഹല്ലേലൂയ, വയറ്റിൽ വേദനയാൽ ഭാരമുള്ളവർ, പല ടെസ്റ്റുകൾക്കായിട്ട് കടന്നു പോകുന്നവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ കർത്താവേ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, ഹല്ലേലൂയ, നടുവേദനയുള്ളവർ കർത്താവേ, സ്തോത്രം. തലവേദനയുള്ളവരെയൊക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. യൂറിക് ആസിഡും ക്രിയാറ്റിനുള്ള മക്കളെ സമർപ്പിക്കുന്നു. കാഴ്ചയും കേൾവിയുമില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമുള്ള ജീവിതങ്ങളെ എല്ലാം അപ്പച്ചൻ്റെ പൊരുകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ. സഹായിക്കുമാറാകണമേ, സൗഖ്യമാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള വചനം ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും അത് പ്രവർത്തിക്കട്ടെ കർത്താവേ. നാഥ ഹല്ലേലൂയ കർത്താവേ. നാളെ ഹാലിലെ ഡോക്ടറെ കാണുവാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകേണ്ട ജീവിതങ്ങളുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, ഹല്ലേലൂയ, അവർക്ക് മുന്നമേ സ്വർഗം കടന്നു പോകുമാറാകണം. നല്ല നിർദ്ദേശങ്ങൾ ലഭിപ്പാൻ, നല്ല ട്രീറ്റ്മെൻറ്റ് ലഭിപ്പാൻ, പൂർണ്ണ വിടുതൽ പ്രാപിപ്പാൻ സ്വർഗം ഇടയാക്കുമാറാകണമേ. അരുതാത്തതൊന്നും ഹല്ലേലൂയ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ അനുവദിക്കാതെ വണ്ണം സ്വർഗത്തിലെ ദൈവമേ, അവിടുത്തെ ആലോചനയും പദ്ധതിയും പ്ലാനും കടന്നു വരേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. സമ്പൂർണ്ണമായി മേൽപ്പിച്ചു തരുന്ന നാഥ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും എല്ലാം സമർപ്പിക്കുകയാണ്. സ്വർഗം മാനിച്ച് ജയകരമായി നടത്തുമാറാകണം. ഹല്ലേലൂയ കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ച മക്കളെ ഒന്നുകൂടി സമർപ്പിക്കുന്നു. സ്വർഗം കരുതിക്കൊള്ളുമാറാകണേ വെപ്പാ. എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി അയക്കണേ വെപ്പാ. പിന്നെ സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഭാഗ്യം തരുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും സമാധാനവും അടിയങ്ങൾക്ക് തരണം. ഹാലിലെ ശത്രു ഞങ്ങളെ കാണരുത്, ദുഷ്ടപിശാചി ഞങ്ങളെ തുടരുത്, അന്ധകാരത്തിൻ്റെയൊന്നും കടന്നു വരരുത്. കാൽവരിയുടെ കോട്ടക്കുള്ളിൽ മറച്ചാട്ടം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ.